നമ്മൾ രാവിലെ താമസിച്ച ഹോട്ടൽ റോയൽ പാലസ് നിന്ന് വെളിയിലേക്ക് ഇറങ്ങി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാമെന്ന് വിചാരിച്ചാൽ നടക്കുകയാണ്. അപ്പം നമ്മൾ ഇറങ്ങിയിട്ട് കാണുന്ന ആ ഒരു കാഴ്ച എന്ന് പറയുന്നത് നല്ല രാവിലെ ആളുകളെല്ലാം റോഡിൽ കൂടെ ഇങ്ങനെ നടക്കുന്നൊരു കാഴ്ചയുണ്ട്. ഒരുപാട് ആളുകൾ മോർണിംഗ് വാക്കിന് പോകുന്നൊരു സ്ഥലമാണെന്ന് തോന്നി. മാത്രമല്ല ഈ റോഡിൻ്റെ രണ്ട് സൈഡും വളരെ മനോഹരമായിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട്. ആ നടുക്കുള്ള ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അത് വർക്ക് ചെയ്തിരിക്കുന്നത് നമ്മൾ താമസിച്ച ഹോട്ടലാണ്. ഇവിടെ ഒരു എക്സ്പോ ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഒരു പ്രോപ്പർട്ടി എക്സ്പോ ഒക്കെ നടക്കുകയാണ് ഇവിടെ. നമ്മൾ പറഞ്ഞു തന്നത് ആ നടുക്കുള്ള ഒരു ഏരിയ ഉണ്ടല്ലോ, അവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് റോഡിൻ്റെ നടുക്കായിട്ട് ഡിവിഷൻ്റെ അവിടെ. അത് നമ്മൾ താമസിച്ച ഹോട്ടലുകാരാണത് ചെയ്തേക്കുന്നത്. അവരുടെ ഒരു കോൺട്രിബ്യൂഷനായിട്ടെന്ന് തോന്നുന്നു. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. റൈറ്റിലോട്ട് നാഗ്പൂർ, സ്ട്രൈറ്റ് പോയി കഴിഞ്ഞാൽ ജാൽഗൺ സിറ്റി, പിന്നെ ദൂലെ എന്ന് പറഞ്ഞ സ്ഥലമാണ് ലെഫ്റ്റിലേക്ക്. അപ്പോൾ എക്സ്പ്രസ് ഹൈവേയിലേക്ക് എത്തുന്ന ഒരു ഏരിയ ആണ് കണ്ടോ. അതായത് ഒരു ഇലക്ട്രിക് ബസ്സൊക്കെ പോകുന്നുണ്ട്. ഇവിടെ വന്നപ്പോഴത്തേക്കും ഒരു എന്താ പറയുക, ഒരു ഇതെന്താണെന്ന് അറിയില്ല, പീരങ്കി പോലത്തെ ഉള്ളൊരു സാധനം തൈ നടുക്ക് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്തായിട്ടൊരു ടെമ്പിളൊക്കെ ഉണ്ട്. അവിടെ നിന്നാണ് എക്സ്പ്രസ് ഹൈവേയിലേക്ക് ഇറങ്ങുന്ന സ്ഥലം. നമ്മുടെ നാട്ടിലൊക്കെ ട്രിവാൻഡ്രത്തൊക്കെ ഉള്ള പോലത്തെ ഇലക്ട്രിക് ബസ്, സെയിം ടൈപ്പ് ഓഫ് ഇലക്ട്രിക് ബസ് മഹാരാഷ്ട്ര ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഇവിടെ കൂടെ പോകുന്നത് കണ്ടു. നമ്മൾ തിരിച്ച് ആ എക്സ്പ്രസ് ഹൈവേയിലേക്ക് വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. രാവിലത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ. ഈ ഇതിൽ കൂടെ ഇങ്ങനെ നടക്കാനേ. പെട്രോള് പമ്പ്, ഇവിടുത്തെ പെട്രോൾ പമ്പാണ്. ഇവിടെ ഇപ്പോൾ പെട്രോളിന് 105 രൂപയും ഡീസലിന് 92 രൂപയാണ് വില. പമ്പൊക്കെ ഓപ്പണായി വരുന്നേ ഉള്ളൂ. നമ്മൾ തിരിച്ച് റോയൽ പാലസിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് തന്നെ തിരിച്ച് നടന്ന് വന്നു. എൻ്റെ ഫ്രണ്ടിലേക്ക് കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ ഗൂഗിൾ നോക്കി മനസ്സിലായി. അപ്പം തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷൻ നടന്ന് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. റോയൽ പാലസിൻ്റെ കാഴ്ചയാണിത്. ഇത് GST ഭവൻ്റെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. GST ഭവൻ്റെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന് അങ്ങോട്ട് നേരെ നടന്നു വരുമ്പോൾ പോലീസ് കമ്മീഷണറിൻ്റെ ക്വാർട്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മളിവിടെ വരുന്ന സമയത്ത് ഇവിടെ ഒരു ചെറിയ പാർക്ക് പോലത്തെ ഒരു ഏരിയ ഉണ്ട്. ചെറിയൊരു എല്ലാവർക്കും വന്ന് ഇരിക്കാനുള്ള ആ റൗണ്ടിൽ തന്നെ. ഇത് ഭാവാരിലാൽ കാന്താബായി എന്ന് പറയുന്ന 2 പേരുടെ പേരിലാണ് ഇത് ഈ ഒരു പാർക്ക്. അതിൻ്റെ അടുത്തുള്ള കുറച്ച് ഏരിയാസൊക്കെ പറയുന്നത്. ഇതാണ് ഭാവാരിലാൽ കാന്താബായി പാർക്ക് എന്ന് പറയുന്ന വലിയൊരു പാർക്കാണ്. ആളുകൾ ഒരുപാട് പേര് അവിടെ രാവിലെ ഇങ്ങനെ വന്ന് നടക്കുന്നുണ്ട്. ഭാവാരിലാൽ എന്ന് പറയുന്നത്, ഭാവാരിലാലിൻ്റെ പേര് ഭാവാരിലാൽ ജെയിൻ എന്നാണ്. അദ്ദേഹം പത്മശ്രീ അവാർഡായിട്ടുള്ള വളരെ പ്രസിദ്ധനായിട്ടുള്ളൊരു വ്യക്തിയാണ് ഇവിടുത്തെ. അദ്ദേഹത്തിൻ്റെ പേരുള്ള പാർക്കാണിത്. അതിൽ തന്നെ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഒരു കോൺട്രിബ്യൂഷനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. പാർക്കിനകത്തുള്ള കാഴ്ചകളാണ്. അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് കാര്യം പറയാം. അദ്ദേഹം 2016 മരണപ്പെട്ടത്. ഫെബ്രുവരി മാസം 25-ാം തീയതി ആയിരുന്നു. അദ്ദേഹം ജെയിൻ ഇറിഗേഷൻ സിസ്റ്റം ലിമിറ്റഡ് എന്ന് പറയുന്നൊരു കമ്പനി അദ്ദേഹം സ്ഥാപിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് ഒരുപാട് ലെവലിൽ കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു റൈറ്ററാണ്. അഗ്രികൾച്ചർ ഫീൽഡിലേക്ക് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അതുകൊണ്ട് 2008 പത്മശ്രീ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി. അതിന് പുറമെ അദ്ദേഹം ഒരു ഡീലിറ്റ്, മഹാറാണ പ്രതാപ് യൂണിവേഴ്സിറ്റിയിൽ ഡീലിറ്റ് അദ്ദേഹത്തിന് ഹോണറി കൊടുത്തു. ആ പാർക്കിനകത്തുള്ളൊരു ഏരിയയിലെ കാഴ്ചയാണ് കേട്ടോ. ഇത് നല്ല രസമുണ്ട്. ഒരുപാട് ഫോട്ടോസ്, അദ്ദേഹത്തിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ഒരു ഗ്യാലറി പോലത്തെ ഒരു ഏരിയയാണ്. ഇതൊരു വാട്ടർ ഫൗണ്ടനൊക്കെ ഉണ്ട്. ഇതാണ് അതിൻ്റെ ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. അവിടെയൊക്കെ നമുക്ക് കയറി വന്ന് ഈ കാഴ്ചകളൊക്കെ കാണാം. അദ്ദേഹത്തിൻ്റെ പല തരത്തിലുള്ള കോൺട്രിബ്യൂഷൻസിൻ്റെ ഒരു രേഖാചിത്രമായിട്ടുള്ള കാഴ്ചകളാണിത്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പത്മശ്രീ 2008 കിട്ടി, ഡീലിറ്റ് കിട്ടി, പിന്നെ ഡോക്ടർ ഓഫ് സയൻസ് അവാർഡ് അദ്ദേഹത്തിന് കിട്ടുകയുണ്ടായി. ഇതാ ഒരു ചെസ്സിൻ്റെ ഒരു സംഭവം. പിന്നെ അതുപോലെ തന്നെ ഫോബ്സ് അദ്ദേഹത്തെ ഗുഡ് കമ്പനി അവാർഡ് നൽകി അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ വളരെ ഫേമസ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പേരിലുള്ളൊരു പാർക്കിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും കൂടെ പേരിൽ, കാന്താഭായി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിലും കൂടെയുള്ള പാർക്കാണിത്. 2005 അദ്ദേഹത്തിൻ്റെ ഭാര്യ മരണപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ വളരെ ഫേമസ് ആയിട്ടുള്ള, എല്ലാവരും ഈ സ്ഥലത്തുള്ള ആളുകളൊക്കെ അറിയപ്പെടുന്ന ഒരു വിശിഷ്ട വ്യക്തിത്വമാണത്. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള പാർക്കാണിത്. പാർക്കിൽ നമ്മളിങ്ങനെ നടന്ന് തിരിച്ച് ആ എക്സിറ്റിൻ്റെ പോയിന്റിലേക്ക് വന്നപ്പോഴിവിടെ ഒരു ചെറിയൊരു അമ്പലമുണ്ട്. ഒരു ചെറിയ വാട്ടർ ഫൗണ്ടനും കാര്യങ്ങളൊക്കെ കാണാം.
വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു പാർക്കാണിത്. രാവിലെ 8 മണി വരെയൊക്കെയാണ് ഓപ്പണിങ്. 6 മുതൽ 8 മണി വരെയാണ് പാർക്കിൻ്റെ ഓപ്പണിങ്. പിന്നെ വൈകുന്നേരം ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ, ഇന്ന് എനിക്ക് തോന്നുന്നു സാറ്റർഡേയും കൂടെ ആയതുകൊണ്ടാണ് തോന്നുന്നു, ആളുകളെല്ലാം ശരിക്കും ആളുകൾ നടക്കാൻ ഈ പാർക്കിൽ വരുന്നുണ്ട്. നമ്മൾ വെളിയിലേക്ക് ഇറങ്ങാൻ പോകണത് ഗേറ്റിൻ്റെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഭാവാരിലാൽ കാന്താബായി ജെയിൻ ഫൗണ്ടേഷൻ. ഭാവൻലാൽ ജെയിൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റെയും പേരിലുള്ള പാർക്കാണ്. അവിടെ ചെറിയ ഒരു വാട്ടർ ഫൗണ്ടൻ ഉപയോഗിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണിത്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഒരുപാട് ആളുകൾ എന്താ പറയുക, വ്യായാമത്തിനും അതുപോലെ തന്നെ ടെമ്പിളിൽ, ചെറിയൊരു ടെമ്പിളിൽ പോയി പ്രാർത്ഥിക്കാനും ഒക്കെ വരുന്നുണ്ട്. റോഡ് സൈഡിൽ തന്നെയാണ്, മെയിൻ റോഡിൻ്റെ സൈഡിലാണിത്. നമ്മൾ പാർക്കിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വെളിയിലേക്ക് ഇറങ്ങി ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ കുറേ പച്ചക്കറികളൊക്കെ വിൽക്കുന്ന ചെറിയ ചെറിയ കടകളുണ്ട്. കടകളെന്ന് പറയാൻ പറ്റില്ല, റോഡ് സൈഡിലുള്ള കുറേ ആളുകൾ ഇങ്ങനെ ഇരുന്ന് വിൽക്കുകയാണ്. ഫ്രഷ് വെജിറ്റബിൾസാണ് കേട്ടോ, എല്ലാം വളരെ ഫ്രഷായിട്ടുള്ള വെജിറ്റബിൾസാണ് കച്ചവടം ചെയ്യുന്നത്. നമ്മളത് കഴിഞ്ഞ് ആ ഒരു ഏരിയ കഴിഞ്ഞ് വീണ്ടും ഫ്രണ്ടിലേക്ക് പോവുകയാണ്. അവിടെ നടന്നിട്ട് വരുന്നവർക്ക് ഇരിക്കാനുള്ള ബെഞ്ചും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. ഇവിടെ വന്നിട്ട് ആസ് യൂഷ്വൽ മഹാരാഷ്ട്രയുടെ ഒരു ചായ കുടിച്ചു. ഇഞ്ചിയൊക്കെ ഇട്ട ഒരു ചായയായിരുന്നു. അവിടെ നടന്ന് നേരെ വന്നത് അടുത്ത വളരെ ഫേമസ് ആയിട്ടുള്ള ഓംകാരേശ്വർ ടെമ്പിളിലാണ്. ശിവ ടെമ്പിളാണ് ഇവിടുത്തെ. ഓംകാരേശ്വർ ടെമ്പിളിൽ അകത്ത് കയറിയില്ല, വെളിയിൽ നിന്നാണ് നമ്മൾ ഇതിൻ്റെ കാഴ്ചകൾ ഷൂട്ട് ചെയ്തത്. രാത്രിയൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു, രാത്രി ലൈറ്റൊക്കെ കാണാൻ. ഓംകാരേശ്വർ ടെമ്പിൾ വരെ വന്നു. ഇതിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഓംകാരേശ്വർ ടെമ്പിൾ. ഓംകാരേശ്വർ ടെമ്പിളിൽ നിന്ന് നേരെ നടന്ന് ഇങ്ങോട്ട് വന്ന സമയത്ത് എൻ്റെ അടുത്തായിട്ടൊരു ജെയിൻ ടെമ്പിൾ ഉണ്ടായിരുന്നു. ധർമ്മനാഥ് എന്നാണ് അതിൻ്റെ പേരെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അവിടെ കണ്ടത് ധർമ്മനാഥ് ജെയിൻ ടെമ്പിൾ. അത് മെയിൻ റോഡ് സൈഡിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഓംകാരേശ്വർ ടെമ്പിൾ താഴെയാണ്, ഇത് മെയിൻ റോഡ് സൈഡിലാണ്. ഇതാണ് ആ ഫ്രണ്ടിലുള്ള ജെയിൻ ടെമ്പിളിൻ്റെ കാഴ്ച. ഒരുപാട് ജൈനമത വിശ്വാസികളുള്ള സ്ഥലമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ അവിടെ അമ്പലത്തിലേക്ക് ജെയിൻ ടെമ്പിളിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ജെയിൻ ടെമ്പിൾ കണ്ടിട്ട് നമ്മൾ നടന്ന് തിരികെ നമ്മൾ ഹോട്ടലിലേക്ക് എത്തിയിരിക്കുകയാണ്. രാവിലത്തെ മോർണിംഗ് വാക്ക് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു ചെറിയ കാഴ്ചകളുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ജാൽഗൻ സിറ്റിയിലേക്ക് എത്തിയതാണ്. അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.